അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില ആളുകളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സഹതാപം തോന്നും. അതിലെ ഒരു സഹോദരി, അവർക്കൊരു 60 വയസ്സുണ്ടാവുമെന്ന് വിചാരിക്കാം. അവർ ഒരു മുസ്ലിം അല്ല. അപ്പോൾ അവരിങ്ങനെ ഒരു ജോലിക്കായിട്ടൊരു സ്ഥലത്ത് വന്ന് അവർ താമസിച്ചിരിക്കുകയാണ്. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്യും. അങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ നാടൊക്കെ വളരെ വിദൂരത്താണ്. ഒരു 100-300 കിലോമീറ്റർ ഇപ്പുറത്ത് വന്നിട്ടാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ കുറേ കാലങ്ങളായി താമസിക്കുന്നു. അവിടെ ഒരു ചെറിയൊരു വീടിൻ്റെ ഓരത്തൊരു ചെറിയ കട്ടിലിട്ട് അതിലൊരു ചെറിയ തുണി വിരിച്ചതിൽ കിടക്കും. രാവിലെ ജോലിക്ക് പോകും. തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കും. അപ്പോൾ അവരെ പറ്റി ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് വീടുണ്ട്, നല്ല വീട്, സൗകര്യമുള്ള വീടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് മക്കളുണ്ട്. ആ മക്കൾ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെൻറ് തലത്തിലുള്ള ഉദ്യോഗസ്ഥകളുണ്ട്. എല്ലാവരും വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല സാമ്പത്തിക ശേഷിയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യാണ്, വളരെയധികം വീടുകളിൽ പണിയെടുത്ത് വളരെ കഷ്ടപ്പാടുള്ള ജോലികളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നാട്ടിൽ പോവും, മക്കളെയൊക്കെ ഒന്ന് കണ്ടുവരും, അത്രേ ഉള്ളൂ. ഈ പണമൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, കുടുംബത്തിനും മക്കൾക്കും വേണ്ടി നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷേ ജീവിതത്തിൻ്റെ നല്ലൊരു സമയത്ത് നല്ലൊരു വിശ്രമമെടുത്ത് സമാധാന സന്തോഷത്തോടു കൂടെ ജീവിക്കേണ്ട ഒരു സന്ദർഭത്തിലും വിശ്രമമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് ഈ പണം ഉണ്ടാക്കുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് അവർക്ക് യഥാർത്ഥത്തിലൊരു ഉത്തരമില്ല. അവർ ചെറുപ്പം മുതൽ ശീലിച്ച് വന്നൊരു സമ്പ്രദായത്തെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രം. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ഇതുവരെ കഷ്ടപ്പെട്ട ഞങ്ങളുടെ അമ്മ എന്താവട്ടെ, ഇനി ജോലി ചെയ്യാതെ ജീവിക്കട്ടെ, ഞങ്ങളെ കൂടെ കഴിയട്ടെ എന്ന് ചിന്തിച്ചൊരു നിർബന്ധം അവർ ചെലുത്തുന്നില്ല എന്നും വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു സഹോദരിയെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. അവർ എന്താണ്, അവർക്ക് കുട്ടികളും മക്കളൊക്കെ ഉണ്ട്. അവരൊരു തൊഴിൽ നിൽക്കൊരു വീട്ടുജോലിയായിട്ട് വന്നിരിക്കണം. വീട്ടൊരു ഹോം നേഴ്സായിട്ട് നിൽക്കുക. അപ്പോൾ അവരുടെ മക്കളോ കുട്ടികളോ ഒന്നും അടുത്തില്ല. അവരിവിടെ നിൽക്കും, മാസത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പോകും. അപ്പോൾ അവർക്ക് മാസത്തിൽ നല്ലൊരു സാലറി കിട്ടും. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, ആ വീട്ടിൽ കിടന്നുറങ്ങും. അങ്ങനെ അവർ എന്ത് ചെയ്യുകയാണ്, ഈ ജോലിക്ക് വേണ്ടി ഇവിടെ വന്ന് താമസിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ആളുകളെ കാണുമ്പോൾ അവരൊക്കെ കുടുംബമുള്ള കുട്ടികളുള്ള ഇവരൊക്കെ ഈ തൊഴിലെടുക്കുകയും സമ്പാദിക്കുകയും വീട് വിട്ട് നാട് ഉപേക്ഷിച്ച് വന്ന് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തിനാണൊരു ലൈഫ്, എന്താണ് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സന്തോഷം എന്താണ്? അതായത് നമ്മളിപ്പോൾ നല്ലൊരു സ്ഥലത്ത് ശാന്തമായി കിടന്നുറങ്ങുക, ഞാൻ പറഞ്ഞ ദുനിയാവ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ പോലും അങ്ങനത്തെ ആളുകളാണ് ഇവരൊക്കെ. അങ്ങനെ ആണെങ്കിൽ അവർ ഈ ലോകത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കാണുക, അവരെ കൂടെ കഴിയുക, അവരുടെ സന്തോഷത്തിൽ നമ്മൾ കഴിക്കുക, നമ്മുടെ വീട്ടിൽ നന്നായി പാചകം ചെയ്ത ഭക്ഷണം നമ്മൾ കഴിക്കുക, അഭിമാനത്തോടു കൂടെ, മറ്റാരുടെയും കീഴിലല്ലാതെ അഭിമാനത്തോടു കൂടെ നമ്മൾ അധ്വാനിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ജീവിക്കാം. നമ്മുടെ മക്കളെ നമ്മൾ അഭിമാനത്തോടെ കാണാനും പഠിപ്പിച്ചുണ്ടാക്കിയ ആൾക്കാർ, ഇതിൻ്റെ മോളാണ്, ഇതിൻ്റെ മോനാണ്, ഇതിൻ്റെ പേരമകനാണ് എന്നൊക്കെ പറയുന്നതിൽ കിട്ടുന്ന ചില അഭിമാനവും മാനസിക സന്തോഷങ്ങളൊക്കെ അല്ലേ ഈ ഭൗതിക ജീവിതത്തിൽ മനുഷ്യനെ അനുഭവിക്കാനുള്ളത്. എന്നാൽ വീട്ടിൽ പോയി കിടന്നുറങ്ങാത്ത, ആരുടെയെങ്കിലുമൊക്കെ വേലക്കാരായി അവരുടെ കീഴിൽ ജീവിക്കേണ്ടി വരുന്ന, അത്രയും ഒരു ആദരവുമില്ലാതെ എല്ലാവരും ഒരു ജോലിക്കാരിയെപ്പോലെ വേലക്കാരിയെപ്പോലെ പെരുമാറുന്ന, ഇതൊക്കെ സഹിച്ച് ഉണ്ടാക്കുന്ന പണം ഇവരാരും അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ സത്യം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ജോലി എടുക്കാം, പണം ഉണ്ടാക്കാം, പക്ഷെ അതൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. വേറൊരു ആൾ ഇതേപോലെ തന്നെ സഹോദരി, അവർ ജോലി ചെയ്യുന്നു,
അവർക്ക് ജോലി കഴിഞ്ഞു, ഇപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പെൻഷൻ വരുന്നു. അപ്പോൾ ആ പെൻഷനും പൈസയൊക്കെ അവർക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യണം, ഇത്ര കാലം ഞാൻ അധ്വാനിച്ചതിൻ്റെ പെൻഷനല്ലേ, ആ പൈസ ഒന്ന് എടുത്തിട്ട് അതൊന്ന് നമ്മുടെ മക്കളെയും പേരക്കുട്ടികളെയൊക്കെ കൂട്ടി ഒന്ന് ആഘോഷിക്കാം, അല്ലെങ്കിൽ എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ എടുക്കാം, എനിക്ക് ആവശ്യമുള്ള സദക്കകൾ കൊടുക്കാം. അതങ്ങനെ അതിൽ എൻ്റെ അക്കൗണ്ടിൽ പണമുണ്ടോ, അത് എത്രയുണ്ട്, എങ്ങനെയുണ്ട്, എന്ത് ചെയ്യാം, അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കാറേ ഇല്ല. അപ്പോൾ കുറച്ച് പണം ആവശ്യം വേണ്ടി വരുമ്പോൾ ചോദിച്ചാൽ എന്ത് ചെയ്യും, ഭർത്താവ് ചോദിച്ചാൽ അല്ലെങ്കിൽ മക്കൾ ചോദിച്ചാൽ എന്ത് ചെയ്യും, അതാണ് എടുത്തു കൊടുക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ പണം കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് അവരെന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. പൊന്നു സഹോദരങ്ങളെ, ദുനിയാവിൻ്റെ കാര്യമായിരുന്നാലും പരലോകത്തിൻ്റെ കാര്യമാണെങ്കിലും നമുക്കിതിലൊക്കെ ഒരു കണിശതയും ഒരു ചിട്ടയും ഒക്കെ വേണം. നമ്മൾ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ ആ പണം എന്തിന് ചിലവഴിക്കണം, എവിടെ പോകണം, അതുകൊണ്ട് എന്ത് ഉപകാരം കിട്ടണം, അതിൽ എത്ര സ്വതക്ക കൊടുക്കണം, എത്ര നമുക്ക് വേണ്ടി ഉപയോഗിക്കണം, അതിൽ നിന്നുള്ള സുഖങ്ങളും സന്തോഷങ്ങളും നമുക്ക് കിട്ടുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ വളരെയധികം ആലോചിക്കണം. വെറുതെ അലക്ഷ്യമായി ഇങ്ങനെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വിശ്രമമില്ലാതെ പോയി ദുനിയാവും ആഖിറവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. നാം ചെയ്യുന്ന ഒരു തൊഴിലിൻ്റെ ആനന്ദവും അതിൽ നിന്ന് പണം കിട്ടുന്നു എന്നുള്ള ആഹ്ലാദത്തിനും അപ്പുറം ആ പണം എന്തിനെന്നോ ആ തൊഴിൽ എന്തിനെന്നോ ചിന്തിക്കാത്ത അലക്ഷ്യമായ ഒരു ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് നാം ചെയ്യുന്ന ജോലികൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടാവുകയും നമ്മുടെ കയ്യിൽ വരുന്ന പണത്തിന് കൃത്യമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാവുകയും നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കുകയും നമ്മുടെ പരലോകത്തേക്ക് വേണ്ടി പരമാവധി ചെയ്യാവുന്ന നന്മകൾ പ്രവർത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.